next topic is group theory. Group theory first section is basic algebraic structure. Okay, എന്താണ് ഒരു algebraic structure എന്നുള്ളത്? Okay, so നമ്മുടെ കയ്യിലൊരു സെറ്റ് G ഉണ്ട്. സെറ്റ് G with an operation star. Okay, ഞാൻ ഓപ്പറേഷൻ ആയിട്ട് ഞാൻ സ്റ്റാറിനെയാണ് എടുക്കുന്നത് വിചാരിക്കുക. G with an operation star. Okay, ആൻഡ് ഞാൻ ജിയിലുള്ള സെറ്റിൽ നിന്ന് ഞാൻ എന്തെടുത്തു, ഏതെങ്കിലും രണ്ട് എലിമെൻറ്റ്സ് എടുത്തു, A ആൻഡ് B. വിത്ത് ഓപ്പറേറ്റിംഗ് A ആൻഡ് B യു വിൽ ഗെറ്റ് A*B അല്ലേ. ഈ ഏത് ഓപ്പറേഷൻ എന്തോ ആയിക്കോട്ടെ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഏത് ഓപ്പറേഷൻസ് നമുക്ക് എടുക്കാം. ഓക്കെ, സോ A*B അതേ സെറ്റിൽ A*B ബിലോങ്സ് ടു ദ സെയിം സെറ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഓപ്പറേഷൻ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് എടുത്തു, നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും അതേ സെറ്റിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ഈസ് ക്ലോസ്ഡ് ഇൻ ദി സെയിം സെറ്റ് എന്ന് പറയും. ഓക്കെ, അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ G ക്രോസ് G. രണ്ട് എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്, സോ ഓർഡേർഡ് പെയർ അല്ലേ. അപ്പോൾ G ക്രോസ് Gയിൽ നിന്നും Gയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ എടുത്തു. നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ മീൻസ് നമുക്ക് ഏതെങ്കിലും രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ വീണ്ടും എന്താണ് കിട്ടുന്നത്? ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് അല്ലേ. സോ അതെന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ വിൽ ബി എ ബൈനറി ഓപ്പറേഷൻ. സിമിലർലി നമുക്ക് റിയൽ നമ്പേഴ്സ് എടുക്കാം, റാഷണൽ നമ്പേഴ്സ് എടുക്കാം അല്ലേ. എല്ലാം എന്തായിരിക്കും? ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് സബ്സ്ട്രാക്ഷൻ അല്ലേ. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ സപ്പോസ് 2 എടുത്തു, 2 ആൻഡ് 1 എടുത്താൽ 2 - 1 വിൽ ബി 1, ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണ്. പക്ഷേ 1 - 2 എടുത്താലോ? 1 - 2 ഈസ് -1 വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ അല്ലേ. സോ നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സ് എടുത്തു, ഇൻറ്റിജേഴ്സ് വിത്ത് സബ്സ്ട്രാക്ഷൻ എടുത്താൽ എന്തായിരിക്കും? അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഫംഗ്ഷനാണുള്ളത്, ഫംഗ്ഷൻ വിത്ത് G ക്രോസ് G നിന്ന് Gയിലേക്കാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് കാണാൻ നമുക്ക് എന്ത് കണ്ടാൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം G ക്രോസ് Gയിൽ നിന്നും Gയിലേക്കുള്ള ടോട്ടൽ നമ്പർ കണ്ടാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വിൽ ബി ഈക്വൽ ടു total number of binary operations അല്ലേ. സോ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എ നോൺ എംപ്റ്റി സെറ്റ് G വിത്ത് കാർഡിനാലിറ്റി n ഈസ് n raised to n square അല്ലേ. കാർഡിനാലിറ്റി ഓഫ് G raised to കാർഡിനാലിറ്റി ഓഫ് G cross G. കാർഡിനാലിറ്റി ഓഫ് G is n and raised to കാർഡിനാലിറ്റി ഓഫ് G cross G will be n square അല്ലേ. സോ total number of binary operations will be n raised to n square. ഓക്കെ, അപ്പോൾ ബൈനറി ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ് ഒരു ആൾജിബ്രൈക് സ്ട്രക്ചർ? എ നോൺ എംപ്റ്റി സെറ്റ് G വിത്ത് എ 1 or more ബൈനറി ഓപ്പറേഷൻസ് ഈസ് ടേംഡ് ആസ് എൻ ആൾജിബ്രൈക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, അതിൻ്റെ ഒന്നോ അതിലധികമോ ബൈനറി ഓപ്പറേഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഒരു ആൾജിബ്രൈക് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ R വിത്ത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, R വിത്ത് സ്റ്റാർ, ഓപ്പറേഷൻ സ്റ്റാർ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. R വിത്ത് സ്റ്റാർ വിത്ത് A*B ഈക്വൽ ടു A raised to B. ഇതാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ. ഓക്കെ, ഫോർ ഓൾ A, B എലമെൻറ്റ് ഓഫ് R. നമ്മൾ എടുത്തിട്ടുള്ള Rലുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിചാരിക്കും ഇതെന്താണ്? A raised to B ആണല്ലോ. A raised to B ചെയ്യുമ്പോൾ നമുക്കത് എന്ത് കിട്ടും? വീണ്ടും ഒരു റിയൽ നമ്പർ Rലാണ്. സോ റിയൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ A ഈക്വൽ ടു -1 എന്നും B ഈക്വൽ ടു 1/2 എന്നും എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, സോ നമ്മൾ A*B എന്തായിരിക്കും? A*B വിൽ ബി ഈക്വൽ ടു A raised to B ആണ് അല്ലേ. that is equal to -1 raised to
1/2. -1 എന്താണ്? I ആണ് അല്ലേ, അതായത് √-1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു I. I എന്തല്ല, ഒരു റിയൽ നമ്പർ അല്ല അല്ലേ. I does not belongs to R. സോ നമ്മളെ ഓപ്പറേഷൻ R വിത്ത് സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആവുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ, ഒരു ബൈനറി ഓപ്പറേഷൻ എപ്പോഴാണ് അസോസിയേറ്റീവ് ആവുക എന്നുള്ളത് അല്ലേ. സോ ഐ എം ടേക്കിംഗ് 3 എലമെൻറ്റ്സ് A, B, C അല്ലേ. A സ്റ്റാർ B സ്റ്റാർ C വിൽ ബി ഈക്വൽ ടു A സ്റ്റാർ B സ്റ്റാർ C അല്ലേ. ആദ്യം എയും ബിയും ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പറേറ്റിംഗ് വിത്ത് സ്റ്റാറും അതിൻ്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ മാറ്റർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? അസോസിയേറ്റീവ്, യൂഷ്വൽ അസോസിയേറ്റിവിറ്റി അല്ലേ, അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്നും. സിമിലർലി കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ A സ്റ്റാർ B ഈക്വൽ ടു B സ്റ്റാർ A ആണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു n raised to n into n plus 1/2. ഓക്കെ, ടോട്ടൽ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n raised to n square ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ വിൽ ബി ടോട്ടൽ നമ്പറിൽ നിന്നും കമ്മ്യൂട്ടേറ്റീവ് നമ്പർ കുറച്ചാൽ മതിയാവും അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ഈസ് n raised to n square minus n raised to n into n plus 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾജിബ്രൈക് സ്ട്രക്ചർ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ്, എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്, നമ്മുടെ കയ്യിലൊരു സെറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഓപ്പറേഷൻ വിത്ത് സ്റ്റാർ ഇസ് സെറ്റ് ടു ബി എ ഗ്രൂപ്പ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റാർ എന്താവണം, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് എങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ക്ലോസ്ഡ് അണ്ടർ ദി സെറ്റ് അല്ലേ, ആ സെറ്റിൽ ക്ലോസ്ഡ് ആണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആവുക എന്നുള്ളത് തന്നെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഇനി സ്പെഷ്യൽ പേര് കൂടെ ഉണ്ട്, ക്വാസി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ക്വാസി ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പോയിഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മളത് ഒരു എക്സാമ്പിൾ നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞവയൊക്കെ എന്തായിരിക്കും? ഇവിടെ ക്ലോഷർ ക്വാസി ഗ്രൂപ്പുകളായിരിക്കും അല്ലേ. വിത്ത് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, അതേപോലെ ക്യൂ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഇൻഡിജേഴ്സ് വിത്ത് സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ എന്തായിരിക്കും? ക്വാസി ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അസോസിയേറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. A സ്റ്റാർ B സ്റ്റാർ C വിൽ ബി ഈക്വൽ ടു A സ്റ്റാർ B സ്റ്റാർ C ആവണം അല്ലേ. അപ്പോൾ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളെ സെക്കൻഡ് കണ്ടീഷൻ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ക്ലോഷർ പ്രോപ്പർട്ടിയും അസോസിയേറ്റിവിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓൾറെഡി ബൈനറി ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അഡീഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ് അല്ലേ. സോ നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, integers with subtraction, then q with the subtraction, നെക്സ്റ്റ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മളെ സെറ്റിൽ എന്തുണ്ടാവണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം?
ഏതൊരു എലമെൻറ്റ് എ എടുത്താലും സെറ്റ് ജിയിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്താലും എ സ്റ്റാർ ഇ ഷുഡ് ബി ഈക്വൽ ടു ഇ സ്റ്റാർ എ വിച്ച് ഈസ് ഈക്വൽ ടു എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ വി സേ ഇ ഈസ് എ ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ. സോ ഈ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്, ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സെറ്റിനെ എന്ത് വിളിക്കും? മോണോയിഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ മോണോയിഡ് വിൽ ബി, നമുക്ക് വേറൊരു ഡെഫിനിഷനും കൂടെ വേണമെങ്കിൽ പറയാം. മോണോയിഡ് വിൽ ബി എ സെമി ഗ്രൂപ്പ് വിത്ത് ഐഡൻറ്റിറ്റി. സെമി ഗ്രൂപ്പിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? മോണോയിഡ് എന്ന് വിളിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഇത് അഡീഷൻ എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അഡീഷനിൽ നമ്മൾ എന്തെടുക്കണം? അഡീഷനിൽ ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ എ പ്ലസ് ഇ ഷുഡ് ബി ഈക്വൽ ടു ഇ പ്ലസ് എ ഷുഡ് ബി ഈക്വൽ ടു എ അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനോട് ഒരു നമ്പർ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? വീണ്ടും എ തന്നെ കിട്ടണം അല്ലേ. സോ നമുക്ക് 1 പ്ലസ് 0 വിൽ ബി ഈക്വൽ ടു 1 അല്ലേ. ഏതൊരു എലമെൻ്റ് എടുത്താലും 0 ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെയിം എലമെൻറ്റ് കിട്ടുള്ളൂ. പക്ഷേ 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ എന്തല്ല? നാച്ചുറൽ നമ്പർ വിത്ത് അഡീഷൻ ഈസ് നോട്ട് എ മോണോയിഡ്. ഓക്കെ, പക്ഷേ ഇൻറ്റിജേഴ്സ് വിത്ത് അഡീഷൻ, റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, ഇതൊക്കെ എന്തായിരിക്കും? മോണോയിഡുകളായിരിക്കും അല്ലേ. സോ ദ ഫോർത്ത് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി പറഞ്ഞു, ഇനി നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് രണ്ട് എലമെൻറ്റ്സും ഫോർ ഒരു എലമെൻറ്റ് എ എടുത്താൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഷുഡ് ബി നമ്മൾ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റി കിട്ടണം. എ ഇൻറ്റു എ ഇൻവേഴ്സ്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു ഇ എന്നാണ് എങ്കിൽ നമ്മൾ എ ഇൻവേഴ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ആ സെറ്റ് ജീനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ സാറ്റിസ്ഫൈഡ് ആവണം? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആവണം, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇത്രയും 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ആ സെറ്റ് ജി വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ മോണോയിഡ് വിത്ത് ഇൻവേഴ്സും ഒന്നും കൂടെ പറയാം അല്ലേ. ഇൻവേഴ്സ്, മോണോയിഡിൽ ഇൻവേഴ്സും കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഗ്രൂപ്പ് എന്നും കൂടെ പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ സെഡ് വിത്ത് അഡീഷൻ അല്ലേ. അഡീഷനിൽ നമുക്ക് എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ടാവുമോ? നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എലമെൻ്റ് എടുത്തു 1 അല്ലേ. 1 പ്ലസ് ഇൻവേഴ്സായിട്ട് നമ്മൾ ഏത് ആഡ് ചെയ്യണം? 1നോട് -1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി കിട്ടും അല്ലേ. 1 പ്ലസ് -1 ഈക്വൽ ടു 0. 0 ആണ് ഇവിടെ സെഡിൽ അഡീഷൻ, സെഡ് വിത്ത് അഡീഷനിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു, നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ ഐഡൻറ്റിറ്റി ഉണ്ടാവുമോ? നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്തുണ്ട്? അവിടെ ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. ഐഡൻറ്റിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ഇൻറ്റു എനി നമ്പർ ഈസ് ഈക്വൽ ടു ആ നമ്പർ ആയിരിക്കും അല്ലേ. 1 ഇൻറ്റു എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അവിടെ അതെന്തുണ്ട്? ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? നാച്ചുറൽ നമ്പർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എന്ത് പറയാൻ പറ്റും? മോണോയിഡ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇസ് എ മോണോയിഡ് ആയിരിക്കും. പക്ഷേ ഇവിടേക്ക് വരുമ്പം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് വേണം? 1 ഇൻറ്റു സംതിങ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി കിട്ടണം അല്ലേ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. അപ്പോൾ 1 ഇൻറ്റു 1 നമുക്ക് എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി കിട്ടും. പക്ഷേ നമുക്ക് 2 എടുത്തു, 2 ഇൻറ്റു സംതിങ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. നമുക്കറിയാം 2 ഇൻറ്റു 1/2 ഓൺലി വിൽ ബി ഈക്വൽ ടു 1 അല്ലേ. പക്ഷേ ഈ 1/2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിൻ്റെ ഒരു എലമെൻ്റ് അല്ല അല്ലേ. സോ n വിത്ത് മൾട്ടിപ്ലിക്കേഷൻ വിൽ നോട്ട് ബി എ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി റിയൽ നമ്പേഴ്സ് വിത്ത്
മൾട്ടിപ്ലിക്കേഷൻ. റിയൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം അവിടെ 0 എന്നുള്ള എലമെൻ്റ് ഒരു വില്ലനായിട്ട് വരും അല്ലേ. 0 എലമെൻറ്റിന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. സോ നമുക്കിവിടെ ഈ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ആർ സ്റ്റാർ എന്ന് വിളിക്കും. ആർ സ്റ്റാർ, സെറ്റ് ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ആർ മൈനസ് 0 മാത്രം, 0നെ മാത്രം റിമൂവ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യൂ സ്റ്റാർ എന്തായിരിക്കും, ക്യൂ സ്റ്റാർ വിൽ ബി ഈക്വൽ ടു ക്യൂ മൈനസ് സെറ്റ് 0നെ മാത്രം റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് രണ്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി Zn വിത്ത് അഡീഷൻ മോഡുലോ n അല്ലേ. Zn നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Zn എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് സെറ്റ് 0 1 2 എക്സെട്ര അപ് ടു n-1 വരെയുള്ള സെറ്റിനെയാണ് നമ്മൾ Zn എന്ന് വിളിക്കുന്നത് അല്ലേ. വിത്ത് അഡീഷൻ മോഡുലോ n വിൽ ഓൾസോ ബി എ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയാണ് കുറച്ച് എക്സാമ്പിൾസ് ഗ്രൂപ്പ്സിൻ്റെ. ഇനി ഒരു ഗ്രൂപ്പ് എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ്, നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈനറി ഓപ്പറേഷൻ്റെ അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആ സെറ്റ് ഗ്രൂപ്പ് ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവും കൂടെ ആണ് എങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും, അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിത്ത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ Z പ്ലസ് ക്യൂ പ്ലസ് ക്യൂ സ്റ്റാർ പ്ലസ് അല്ലെ, അഡീഷനും എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ് അല്ലേ, ബി പ്ലസ് എ ആണ്. അതേപോലെ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ഇൻറ്റു എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഓപ്പറേഷൻസ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഇവയൊക്കെ എന്തായിരിക്കും, ഓപ്പറേഷൻസ് ഈ ഗ്രൂപ്പുകളൊക്കെ എന്തായിരിക്കും, അബീലിയൻ ഗ്രൂപ്പ്സും ആയിരിക്കും. ഇനി M2 ഓഫ് R എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് 2/2 മെട്രിസസ് ആണ്. 2/2 മെട്രിസസ് വിത്ത് R എന്ന് പറഞ്ഞാൽ റിയൽ എൻട്രീസ് ഉള്ള. ഇപ്പോൾ റിയൽ എൻട്രീസ് ഉള്ള 2/2 മെട്രിസസ് വിത്ത് അഡീഷൻ, ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പോൾ രണ്ട് 2/2 മെട്രിസസ് എടുത്തു, സേ 0 1 1 2 എന്നുള്ളതും അതേപോലെ 1 0 0 5 അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കോമ്പണൻറ്റ് വൈസ് അഡീഷൻ ആണ് അല്ലേ, മെട്രിക്സ് അഡീഷൻ എന്ന് പറഞ്ഞാൽ. സോ വിൽ ബി 1 1 1 7 അല്ലേ. ഇത് വീണ്ടും എന്തിലുണ്ട്, ഇതിനെ നമുക്ക് എങ്ങനെ ഇന്ന് എഴുതാം, 1 0 0 5 പ്ലസ് 0 1 1 2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഇത് വീണ്ടും എന്ത് തന്നെയാണ് വരുന്നത്, 1 1 0 1 1 1 5 7 അല്ലേ. സോ ഇത് രണ്ടും എന്തായിട്ട് വരുന്നുണ്ട്, എ പ്ലസ് ബിയും ബി പ്ലസ് എയും എന്താണ്, സെയിം ആണ് അല്ലേ. സോ the group M2 of R is also an abelian group. Okay. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പാണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ബി വെർ എ ആൻഡ് ബി ബിലോങ്സ് ടു ക്യൂ അല്ലേ. അപ്പോൾ ഈ എ സ്റ്റാർ ബി ക്യൂ വിത്ത് സ്റ്റാർ ഒരു ഗ്രൂപ്പാണോ അല്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്ക് 4 പ്രോപ്പർട്ടീസ് അറിയാം. ഫസ്റ്റ് വൺ ക്ലോഷർ ആണ് അല്ലേ. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എലമെൻറ്റ്സ് ആണല്ലേ. അഡീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ക്യൂലുണ്ടാവും. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും. സബ്സ്ട്രാക്ട് ചെയ്താൽ എന്തുണ്ടാവും, ക്ലോഷർ പ്രോപ്പർട്ടി വിൽ ബി സാറ്റിസ്ഫൈഡ് അല്ലേ. ഇനി സെക്കൻഡ് വൺ ഈസ് അസോസിയേറ്റിവിറ്റി. Associativity is A star B star C is equal to A star B star C അല്ലേ. സോ നമുക്കത് രണ്ടും കണ്ടുപിടിക്കണം. A star B star C അല്ലേ. അപ്പോൾ A star B will be equal to A plus B minus AB star C അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇതിന് വീണ്ടും ഒരു എ സ്റ്റാർ സി എ സ്റ്റാർ ബി എന്നുള്ള ഫോമിൽ വീണ്ടും ഇക്വേഷൻസ് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, എ പ്ലസ് ബി മൈനസ് എ ബി പ്ലസ് സി ഇൻറ്റു മൈനസ്
a plus b minus ab into c അല്ലേ, which is equal to a plus b minus ab plus c minus ac minus bc plus abc അല്ലേ. This is equal to a plus b plus c minus ab minus ac minus bc plus abc അല്ലേ. സിമിലർലി നമുക്ക് ആരെയും കൂടെ കണ്ടുപിടിക്കാം, എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ ബി പ്ലസ് സി മൈനസ് ബി സി അല്ലേ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ബി സി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് ബി സി. അപ്പോൾ നമുക്ക് ഇതെന്നുണ്ടാവും എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ബി സി മൈനസ് എ ബി മൈനസ് എ സി പ്ലസ് എ ബി സി അല്ലേ. അപ്പോൾ ഇതെന്തുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓൾസോ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടി. ഇനി തേർഡ് വൺ ഈസ് ഐഡൻറ്റിറ്റി അല്ലേ. സോ നമുക്ക് ഐഡൻറ്റിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ വിച്ച് ഈസ് ഈക്വൽ ടു എ അല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ടാവണം, എ പ്ലസ് ഇ മൈനസ് എ ഇ ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഇ എന്താവണം, ഇ വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 0 ഈസ് ദി ഐഡൻറ്റിറ്റി. ഇവിടെ അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഐഡൻറ്റിറ്റി എന്താണ്, ഐഡൻറ്റിറ്റി ഈക്വൽ ടു 0 അല്ലേ. സോ ഐഡൻറ്റിറ്റി നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 0 എന്തിലുണ്ട്, നമ്മളെ ക്യൂയിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദി ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ എ പ്ലസ് എ ഇൻവേഴ്സ് മൈനസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം അല്ലേ, ഐഡൻറ്റിറ്റി 0 ആയതുകൊണ്ട്. സോ എ ഇൻവേഴ്സ് മൈനസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കും അല്ലേ. സോ ടേക്കിംഗ് എ ഇൻവേഴ്സ് കോമൺ, എ ഇൻവേഴ്സ് ഇൻറ്റു 1 മൈനസ് എ ഈസ് ഈക്വൽ ടു എ. സോ എ ഇൻവേഴ്സ് വിൽ ബി ഈക്വൽ ടു എ ബൈ 1 മൈനസ് എ അല്ലേ. ഇതാണ് എയുടെ ഇൻവേഴ്സ്. ഏതൊരു എലമെൻറ്റ് എ എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബൈ 1 മൈനസ് എ ആയിരിക്കും. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ വാനിഷ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വെൻ എ ഈക്വൽ ടു 1 എടുത്താൽ 1ൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും, ഇത് പ്രകാരം 1 ബൈ 1 മൈനസ് 1 അല്ലേ. അപ്പോൾ ഇതെന്തായി പോവും, 1 ബൈ 0 എന്നായി പോവും. ഇതെന്തിലില്ല, ക്യൂവിലില്ല അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റിന് മാത്രം, ബാക്കി ഏത് എലമെൻ്റ് എടുത്താലും നമുക്ക് അവിടെ ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. എ ഈക്വൽ ടു 2 എടുത്താൽ നമുക്ക് അവിടെ എന്തുണ്ട്, 2ൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും, 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 അല്ലേ. അതായത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1ന് മാത്രം എന്തില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ ക്യൂ എന്ന് പറയുന്നത് ക്യൂ വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ എന്തല്ല, ഗ്രൂപ്പല്ല. പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂ മൈനസ് സെറ്റ് 1നെ നമ്മൾ അതിന് റിമൂവ് ചെയ്താൽ വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ എന്തായിരിക്കും, ഇതെന്തായിരിക്കും, ഒരു ഗ്രൂപ്പായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു സെറ്റ് എ ഈക്വൽ ടു 0 1 മൈനസ് 1 ഉണ്ട്. എ വിത്ത് അഡീഷൻ, ഓപ്പറേഷൻ ഈസ് അഡീഷൻ അല്ലേ. സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ അഡീഷൻ ആണ്. ഒരു ഗ്രൂപ്പാണോ അല്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടിന്ന് തുടങ്ങും അല്ലേ. ക്ലോഷർ പ്രോപ്പർട്ടി ആകുമ്പം ഏത് 2 എലമെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്താലും അതേ സെറ്റിൽ ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ ഇവിടെ ഓൾവേസ് ഇതേ സെറ്റിൽ ഉണ്ടാവുമോ? സേ ഞാൻ എന്തെടുത്തു,
1 എടുത്തു, വീണ്ടും ഞാൻ 1 തന്നെ എടുത്തു. അപ്പോൾ 1 + 1 = 2 അല്ലേ? 2 എന്തിലില്ല? എ എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി തന്നെ എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈഡ് ആയില്ല അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ദ സെറ്റ് എ വിത്ത് സ്റ്റാർ അഡീഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ എ വിത്ത് അഡീഷൻ എന്താവില്ല? നോട്ട് എ ഗ്രൂപ്പ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ക്യാൻസലേഷൻ ലോ. ഓക്കെ, അപ്പോൾ എ വിത്ത് എ ബി = എ സി ഓപ്പറേഷൻ ആണ് ഇവിടെ. സ്റ്റാർ ഇവിടെ ഓപ്പറേഷൻ ഇവിടെ ഞാൻ ഇൻറ്റു നിട്ടുവെന്ന് മാത്രം. എ സ്റ്റാർ ബി = എ സ്റ്റാർ സി എ ആണ് എങ്കിൽ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദി റൈറ്റ് ക്യാൻസലേഷൻ അല്ലേ? = ബി = സി എന്ന് കിട്ടും അല്ലേ? ദിസ് ഈസ് കോൾഡ് this is called left cancellation. Okay. So this is left cancellation, and similarly എന്തുണ്ടാവും? right cancellation അല്ലേ? So a star b = a star c implies b = c. അതേപോലെ BA = CA implies B = C. ഇതിൽ റൈറ്റും ലെഫ്റ്റും ക്യാൻസലേഷൻസ്. ഇനി ഫൈനൈറ്റ് സെമി ഗ്രൂപ്പ് ഇസ് എ ഗ്രൂപ്പ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സാറ്റിസ്ഫൈസ് ബോത്ത്. ഈ രണ്ട് ക്യാൻസലേഷൻ റൂൾസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എന്ത് വരയ്ക്കുക? സെമി ഗ്രൂപ്പ് വിൽ ബി എ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഗ്രൂപ്പിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് ഈസ് ഓൾവേസ് യുണീക്ക്. നമ്മളൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊരു സിമ്പിളായിട്ടുള്ള പ്രൂഫ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മൾ എന്ത് വിളിക്കുന്നു? യുണീക്ക് അല്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ നോട്ട് യുണീക്ക് എന്ന് എടുത്തു. നോട്ട് യുണീക്ക് ആണെങ്കിൽ നമ്മൾ E1 ആൻഡ് E2 ആർ 2 ഐഡൻറ്റിറ്റീസ്. ഓക്കെ, അപ്പോൾ E1 ഐഡൻറ്റിറ്റി ആണ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? E1 is identity implies എന്തായിരിക്കും? E1 star A is equal to A star E1 is equal to എന്തായിരിക്കും? A ആയിരിക്കും അല്ലേ? സിമിലർലി നമ്മൾ E2 വെച്ച ഐഡൻറ്റിറ്റി ആണെങ്കിലോ, E2 ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? E2 star A is equal to A star E2 is equal to എന്തായിരിക്കും? A ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ രണ്ടിലെയും ഞാൻ എന്തെടുത്തു? ഫസ്റ്റ് വൺ രണ്ടെണ്ണം എടുത്തു. ദാറ്റ് ഈസ് E1 star A, രണ്ടും A തന്നെയാണ് അല്ലേ? സെയിം A തന്നെയാണ്. സോ E1 star A is equal to E2 star A അല്ലേ? നമ്മളിവിടെ എന്ത് പഠിച്ചിട്ടുണ്ട്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്യാൻസലേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റൈറ്റ് ക്യാൻസലേഷൻസ് യൂസ് ചെയ്യാം അല്ലേ? ലെഫ്റ്റ് ക്യാൻസലേഷൻസ് അല്ലേ? സോ ഇവിടെ നമുക്ക് എന്തുണ്ടാവും? E1 = എയും ക്യാൻസൽ ചെയ്ത് പോവും. E1 = E2 അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് E1 E2 രണ്ട് സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റീസ് ആണ് എന്നായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? E1 = E2. സിമിലർലി നമുക്ക് ഇത് തന്നെ എടുക്കണം എന്നില്ല, ഇത് രണ്ടും എടുത്താലും മതി അല്ലേ? ഐദർ റൈറ്റ് ക്യാൻസലേഷൻ ഓർ ലെഫ്റ്റ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് യുണീക്ക് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ പ്രൂഫാണ് അല്ലേ? സിമിലർലി നമുക്ക് എന്തുണ്ടാവും? ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റും ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതെന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു എലമെൻറ്റ്, ഒരു ഇൻവേഴ്സ് എലമെൻ്റ് എടുത്തു, അതിൻ്റെ ഇൻവേഴ്സ് ഓഫ് ആൻ ഇൻവേഴ്സ് എലമെൻറ്റ് വിൽ ബി ഈക്വൽ ടു എ അല്ലേ? ഇനി AB ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവേഴ്സൽ ലോ എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് പേര് പറയുന്നു എന്ന് മാത്രം. റിവേഴ്സൽ ലോ. ഓക്കെ, ഇതിൻ്റെ ജനറലൈസേഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? A1 A2 etc. AN ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു AN ലാസ്റ്റ് വൺ AN ഇൻവേഴ്സ് ഇൻറ്റു അതിൻ്റെ തൊട്ട് മുന്നുള്ളത് AN-1 ഇൻവേഴ്സ് etc. A2 ഇൻവേഴ്സ് ഇൻറ്റു A1 ഇൻവേഴ്സ്. ഓക്കെ, ഇനി A raised to M എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അല്ലേ? നമ്മൾ യൂഷ്വലി 2 raised to
2 അല്ലെങ്കിൽ 3^2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതേപോലെ ഇവിടെ ഗ്രൂപ്പിൽ A⁻m എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എ m ടൈംസ്, എനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, m ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A⁻m എന്നുള്ളത്. ഓക്കെ, ഇനി A⁻m ഇൻറ്റു A⁻n. ഓക്കെ, ഇവിടെയൊക്കെ ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഇവിടെ എനെ ആദ്യം എന്തൊരു m ടൈംസ് ഓപ്പറേറ്റ് ചെയ്തു, പിന്നെ ഓപ്പറേറ്റിംഗ് വിത്ത് A⁻n എത്ര പ്രാവശ്യം? n ടൈംസ്. അത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും A⁻m+n. ഓക്കെ, ഇനി A⁻m (n) ഈസ് ഈക്വൽ ടു A⁻m. ഇത് നമ്മൾ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻസിൽ പവർ എക്സ്പൊണൻഷ്യൽ കേസിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അല്ലേ? ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ 6 റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ എടുത്തു ഞാൻ 2 ഈസ് എൻ റിയൽ നമ്പറിലെ എലിമെൻ്റ് ആണ് 2. അപ്പോൾ 2^2 ആണ് അല്ലേ? അപ്പോൾ 2^2 എന്ന് പറഞ്ഞാൽ 2ന് എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്? 2 ടൈംസ് അല്ലേ? ഓക്കെ, 2ന് 2 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ 2+2^3. ഓക്കെ, അപ്പോൾ ഈ (3) എന്ന് പറഞ്ഞാൽ 2+2ന് 3 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2+2 ഒരു പ്രാവശ്യം പ്ലസ് 2+2 2 പ്രാവശ്യം, അതിന് ഒരു പ്രാവശ്യം കൂടെ 2+2 അല്ലേ? ഇതാണ് എന്ത്? 2^2^3. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് 2ന് 6 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പോൾ 6 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 2^6 ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ A⁻m ഐഡൻറ്റിറ്റിയാണ്, അതേപോലെ A⁻n ഐഡൻറ്റിറ്റിയാണ്. ദാറ്റ് m ആൻഡ് n ആർ നോൺ സീറോ ആണ് എങ്കിൽ A⁻d, ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും GCD ആയിട്ടുള്ള ഡിയും എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു ആൾജിബ്രൈക് സ്ട്രക്ചർ എന്നാണ്, എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനും കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.